പൂർണ്ണമായിട്ടും ഇഷ്ടികയിലും തേക്കുംതടിയിലും നിർമ്മിച്ച കൊട്ടാരം കണക്ക് ഒരു 5 ബെഡ്റൂം വീടാണ് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇതുപോലൊരു വീട് ഇന്ന് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് തീർക്കാൻ പറ്റത്തില്ല. അത്രയും നല്ലൊരു പ്രൈസിനാണ് ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പേയാട് ജംഗ്ഷനിൽ നിന്ന് വിളപ്പിശാല റൂട്ടിലേക്ക് കുറച്ച് വരുമ്പോൾ ഏകദേശം 400 മീറ്റർ വരുമ്പോൾ ഇതേ ആ ഒരു ജംഗ്ഷനത്ത് ആ ഒരു മെയിൻ റോഡാണ് താഴെ കാണുന്നത്. അവിടെ നിന്ന് ഇടത്തോട്ട് കാർമൽ സ്കൂളിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഇങ്ങനെ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം. 6.7 സെന്റിലാണ് നമ്മുടെ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാ ഈ കാണുന്ന പോലെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഇവിടെയും നമുക്കൊരു 3 വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഈ വഴിയും നമുക്ക് കോമൺ ആണ്. അവിടെ നിന്നും ഒരു ആക്സസ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആ സൈഡിലായിട്ട് കിണർ കാണാം. ഇതാ ഇവിടെ എല്ലാം നമുക്ക് വീടിന് ചുറ്റുവട്ടമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ്. മുൻവശത്ത് ഗാർഡനിങ് വർക്ക്, ചെറിയൊരു ഫൗണ്ടൈൻ പോലെ നമുക്ക് ഈ രീതിയിലൊരു വെള്ളച്ചാട്ടമൊക്കെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വന്നിരുന്ന റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വീടിന് ചുറ്റുവട്ടത്തായാലും മുൻവശത്തായാലും സ്ഥലം കിട്ടുന്നുണ്ട്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ വീട് പൂർണ്ണമായിട്ട് ഇഷ്ടികയിലും നമുക്കിതാ ഈ കാണുന്ന പോലെ തേക്കും തടിയിലുമാണ് പണികളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു മരത്തിൻ്റെ തടിയാണ്, അതായത് വേസ്റ്റ് തടിയല്ല. അതുകൊണ്ട് തന്നെ ഒരേ കളർ തീം നമുക്ക് കാണാൻ സാധിക്കും. മുൻവശത്തെല്ലാം എന്താ ഈ കാണുന്ന പോലെ വലിയ കട്ടളയും 2 പാളിയിലെ വലിയ ഡോറുമാണ് ചെയ്തിട്ടുള്ളത്. തേക്കും തടിയിലാണ് ഈ പണികളെല്ലാം ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസ്, ഇവിടെ ഡൈനിങ് ഏരിയ, ഈ പണികളായാലും എന്താ ഇത് നോക്കി ഇതെല്ലാം തന്നെ തടിയിലാണ് നമുക്ക് ഈ കാണുന്ന വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മുടെ TV യൂണിറ്റ് വരും. കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫുഡ് ഇങ്ങോട്ടേക്ക് സെർവ് ചെയ്യാം. ഇവിടെ തന്നെ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിനകത്തേക്ക് കയറി കഴിഞ്ഞാലും നമുക്ക് ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം തടിയിലാണ് നമുക്ക് ഈ പറഞ്ഞ അടച്ചിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ടവർ യൂണിറ്റ് ഒക്കെ നോക്കി കണ്ടോ, ഈ രീതിയിലുള്ള പുൾ ഔട്ട്സ് ഒക്കെ നമുക്ക് ഒത്തിരിയധികം കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ നമുക്ക് ഇതിനകത്ത് ഒതുങ്ങിയിരുന്നോളും. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ഉണ്ട്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ്. എന്നുവെച്ചാൽ ഓടി കിടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള വലിയ റൂം. എല്ലാ റൂമുകളിലും അതുപോലെ തന്നെ നമ്മുടെ കോമൺ ഏരിയ ആയാലും ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കേട്ടോ. അത് നമ്മുടെ PVC ലൂവേഴ്സ് ആണ് മേളിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലൊരു പ്ലൈവുഡിൽ CNC കട്ട് ചെയ്ത് ഒരു ഡിസൈൻ വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഇതിനകത്തുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും സാനിറ്ററി വെയർസ് ആയാലും എല്ലാം ജാഗ്വാർ ആണ്. ഏറ്റവും പ്രീമിയം ബ്രാൻഡ്സ് ആണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അത് എല്ലാ റൂംസിലും നമുക്ക് അല്ലെങ്കിൽ കിച്ചണിലായിക്കോട്ടെ എല്ലായിടത്തും ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂംസിലും നമുക്ക് ഇതുപോലെ TV വെക്കാനുള്ള ഒരു യൂണിറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു അടുത്തൊരു ബെഡ്റൂം കാണാം. നമുക്ക് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ്. ബാക്കി എല്ലാ റൂംസിലും വളരെയേറെ സ്പേഷ്യസ് ആണ്. താഴ്ന്ന നിലയിൽ നമുക്ക് കിച്ചണും കോമൺ ഏരിയ കൂടുതൽ വന്നുകൊണ്ട് തന്നെ ഈ ഒരു റൂം ഇത്തിരി ഒരു ചെറുതെന്ന് പറയാം. പക്ഷെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ സ്റ്റേഴ്സിന്റെ റെയിലിംഗ് വന്നിട്ട് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ഇത് ഗ്രാൻഡ് ആയിട്ട് ഇത് നോക്കി ഈ പില്ലർ തന്നെ ഇത്രയും ഹൈറ്റിന് ഇത്രയും വണ്ണത്തിന് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒത്തിരിയധികം ഡിസൈൻ വർക്കുകൾ ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. അതിങ്ങനെ തന്നെ കറങ്ങി പോകുമ്പോഴത്തേക്കും ഭയങ്കര ഗ്രാൻഡാണ് കേട്ടോ. വീട്ടിനകത്ത് കയറി വരുമ്പോൾ ഭയങ്കര ലക്ഷറി ഫീൽ വരുന്ന രീതിയിലാണ് നമ്മുടെ ഈ സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കയറുമ്പോൾ സ്റ്റേഴ്സ് നല്ല വീതിക്കുള്ള സ്റ്റേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴും ഈ തടിപ്പണിയൊക്കെ ഒന്നും ഒരു രീതിയിലുള്ള കുറവുമില്ല കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റ് ഒക്കെ വയ്ക്കാം. ഇതുപോലെ നമുക്ക് ഇവിടെ ഒരു ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തെല്ലാം ഇതുപോലൊരു വുഡൻ പാനലിംഗ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ചാരിയിരിക്കാം. ഇവിടെ നമുക്കൊരു കുറേ ഫ്രണ്ട്സുമായിട്ടോ ഗസ്റ്റായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. 3 ബെഡ്റൂംസിലേക്കാണ് നമുക്ക് ഈ ഒരു നിലയിൽ നിന്ന്, അതായത് ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് എൻട്രൻസ് വരുന്നത്. എല്ലാ റൂമുകളിലും ഈ കാണുന്നത് പോലെ തന്നെ TV യൂണിറ്റ് ചെയ്യാനുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. കബോർഡ് വർക്ക് എന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. എല്ലാ റൂമുകളിലും കബോർഡും ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലർ ആണ്. അതായത് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാർ ആണ്. അതുപോലെ തന്നെ ഇന്റീരിയറിലെ ഡോസായ തന്നെയും ഈ രീതിയിലുള്ള ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. വലിയ ബെഡ്റൂമാണ്. നമ്മൾ താഴത്തെ നിലയിൽ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പമാണ് കേട്ടോ. അതേ ഡിസൈനിൽ തന്നെയാണ് കബോർഡ് വർക്കും സീലിങ്ങിലെ വർക്കും ബാത്റൂമും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3ാമത്തെ ബെഡ്റൂം കാണാം. വലിയ റൂമാണ് കേട്ടോ. ഒരു കുറവും പറയാനില്ല. ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്.
നമുക്കിത് അവിടെ കൂടെ ടെറസിലേക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുൻവശത്ത് നമുക്കിത് ഇതുപോലൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ ആയാലും നമ്മുടെ താഴത്തെ നിലയിൽ വരാന്തയിൽ കണ്ടതുപോലുള്ള പാനലിംഗ് വർക്കുകൾ ചുമരിൽ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തേക്കുന്നടിയിൽ തന്നെയാണ് ഈ വർക്കും ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 കസേരയൊക്കെ ഇരുന്ന് നമുക്കിങ്ങനെ ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് കേട്ടോ. താല്പര്യമുള്ളൊരു നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1,63,00,000 രൂപയാണ്. എങ്ങനെ വെച്ചാൽ നേരത്തെ ഒരു പാർട്ടി ഇതിന് അഡ്വാൻസ് ചെയ്ത് കാലാവധി കഴിയുന്നവരേക്കും അവരങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി ഇപ്പം നല്ല വിലക്കുറവിൽ അവർ ഓഫർ ചെയ്തിട്ടുള്ളത്. അതായത് പെട്ടെന്ന് സെയിലാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വില ചോദിച്ചിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇഷ്ടികയിലും തേക്കന്തടിയിൽ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ നമുക്ക് കണ്ടീഷൻ അനുസരിച്ചിട്ട് ബിൽഡിങ്ങിൻ്റെ എല്ലാം നമുക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. മെറ്റീരിയൽസ് എല്ലാം ഏകദേശം 15 to 20% ഇൻക്രീസ് ആയിട്ടുണ്ട് കോസ്റ്റ് വൈസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരു വീട് വെക്കുന്നതിൻ്റെ കോസ്റ്റ് നല്ല രീതിയിൽ മാറുന്നുണ്ടാവും. ഇന്നതുപോലെ ഒരു വീട് നിങ്ങൾ വെക്കാൻ നോക്കിയാൽ ഈ ഒരു വിലയ്ക്ക് ഈ ഒരു ലൊക്കേഷനിൽ തീർക്കാൻ പറ്റത്തില്ല. പേയാട് നിന്ന് വളരെ പെട്ടെന്ന്, അതായത് ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഉദ്ദേശിക്കുന്ന വില 1,63,00,000 രൂപയാണ്.